ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസൽമാന്മാരുടെയൊക്കെ ഭൂമി കൈകാര്യം ചെയ്യുന്നുണ്ട് വഖഫ് ബോർഡ്. അങ്ങനെ ഒരു വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് സമസ്ത ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്? അവർ കമ്പയർ ചെയ്യുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ദേവസ്വം ബോർഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതില്ലല്ലോ. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡും ക്ഷേത്രമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വഖഫ് അങ്ങനെയാണോ? പക്ഷേ അല്ല, വഖഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമായിട്ടത് മാറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മറ്റതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് എന്ന് ബാക്കിയുള്ളവർ പറയുന്നത്. പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. മുസ്ലിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദേവസ്വം ബോർഡ് പോലെയാണ് ഞങ്ങളുടെ വഖഫ് ബോർഡ് എന്നാണ്. അല്ല, പക്ഷേ അതിൻ്റെ നിങ്ങളുടെ ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ നിങ്ങൾ എടുക്കാറുണ്ടോ? ഇല്ല. അതുപോലെ ഞങ്ങളുടെ വഖഫിലും അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ എടുക്കാൻ പാടില്ല എന്നവർ വാദിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ വാദം. അവർ പറയുന്നത് അവർ വഖഫിനെ കാണുന്നത് നമ്മളുടെ ദേവസ്വം ബോർഡിനെ പോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ദേവസ്വം ബോർഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വഖഫിൻ്റെ ഘടനയും അതിൻ്റെ രീതികളും എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൽ എന്തായാലും മുസ്ലിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങളല്ലാത്തതായിട്ടുള്ള ആളുകളെ അംഗങ്ങളാക്കുന്നതിനോട് യോജിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കണക്ക്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ വരുന്നു എന്നുള്ള അല്ലേ? അതെ, ഒരു വിശാല മതേതരത്വത്തിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ നല്ലൊരു നിലപാടാണല്ലോ ഇതര മതസ്ഥരെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. എല്ലാ സ്ഥാനത്തിലും അങ്ങനെ ചെയ്യണമെന്ന് വളരെ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ മൾട്ടി റിലീജിയസ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അത് ആ രീതിയിൽ കാര്യങ്ങൾ പരിശോധിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആവുന്നതല്ല. പക്ഷെ അത് ആരും അത്തരത്തിൽ ഉള്ള വിശാലത, അത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ്നെസ് അല്ല ഒരാളും എടുക്കില്ല. അതാണ് പ്രശ്നം. ഈ മതേതരത്വത്തിൻ്റെ കാര്യം, വിശാലതയെക്കുറിച്ചൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, സംഭവങ്ങൾ വരുമ്പം ഈ സമസ്തയും മുസ്ലിം സംഘടനകളൊക്കെ പറയുന്നതാണ്. അതേ നിലപാട് ഇവിടെയും സ്വീകരിക്കാമല്ലോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ ഒപ്പം മറ്റേ ലോജിക്ക് എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് മാഷ് പറഞ്ഞത് തന്നെയാണ്. ദേവസ്വം ബോർഡ്, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വഖഫ് ബോർഡ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അത് അവർ കൈകാര്യം ചെയ്യുന്ന ഭൂമികളിൽ ഹിന്ദുക്കളുടെയും മുസൽമാന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം വരുമ്പോൾ അതിനെ ഡീൽ ചെയ്യാൻ ഇതര മതസ്ഥനായിട്ടുള്ള ഒരാൾ വേണമല്ലോ. അതെ, നമ്മൾ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മളൊരു ലോജിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ, നമുക്കൊരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് വെച്ചാണ് അവർ സംസാരിക്കുന്നത്. ഈ രണ്ട് ലോജിക്കും തമ്മിലുള്ള സംഘർഷമാണ് ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് എത്താനായിട്ട് പറ്റാതെ പോകുന്നതിൻ്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഇത്തരം എല്ലാ ബോർഡുകളിലും വിഭിന്ന മതസ്ഥരായിട്ടുള്ള ആളുകൾ അംഗങ്ങളാകുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമുള്ളവരാണ്. പക്ഷേ നമ്മളുടെ അഭിപ്രായം കേൾക്കാൻ അവരാരും തയ്യാറാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അവർ ഈ രീതിയിലേക്ക് പോയി. ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസായിട്ട് ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഈ അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവർ അതിശക്തമായിട്ട് എതിർത്തിരുന്നതാണ് PM3 പദ്ധതി എന്ന് പറയുന്ന സാധനം. പക്ഷേ അത് ഏതാണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അവർ നിർബന്ധിതരായി കഴിഞ്ഞിരിക്കുക. പണം കിട്ടാൻ അവർക്ക് അത് മാത്രമേ മാർഗമുള്ളൂ എന്നുള്ളതാണ് അവരുടെ മുന്നിൽ ഇറന്നിരിക്കുന്ന ഒരു വഴി. കാരണം കേന്ദ്ര ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രീതിയിൽ ഈ പവർ അൽഗോരിതം എന്ന് പറയുന്നതിനെ ഉപയോഗിച്ചിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളെയും തന്നെ കേന്ദ്രത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ പഴയ കാലത്തെ നമ്മളുടെ ഭരണഘടനയുടെ സഭാസവിശേഷതകൾ എന്ന് പറയുന്നത് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടത്. നമ്മളൊരു ക്വാസി ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലക്കാണ് മുൻകാലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട സമയത്ത് ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമ്മളുടെ കേന്ദ്ര ഭരണവും അതേപോലെ സംസ്ഥാന ഭരണവും തമ്മിലുള്ള ബന്ധങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഡാറ്റ ബേസ്ഡായി മാറിക്കഴിഞ്ഞ സമയത്ത് ഒരുതരം ടെക്നോ ട്രാപ്പിലേക്ക് സംസ്ഥാനങ്ങളെ കൊണ്ടുപോവുകയും
സംസ്ഥാനങ്ങളുടെ ഏതാണ്ട് എല്ലാ അധികാരങ്ങളും തന്നെ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാകുന്ന രീതികൾ ഉണ്ടാകും. നമ്മൾ ഈ ഓൺലൈൻ പ്രൊസീജിയറിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഓരോരോ ചോദ്യങ്ങൾ വരികയാണ്. നമുക്കിപ്പോൾ SSA ഫണ്ട് വേണം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനായിട്ട്. ആ ഫണ്ട് വേണം എന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തിന് ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷ സമർപ്പിക്കുന്നത് ഓഫീസിൽ അല്ല, അല്ലെങ്കിൽ അമിത്ഷായുടെ അടുത്തല്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അടുത്തല്ല, അങ്ങനെ ആരുടെ അടുത്തുമല്ല, അത് കമ്പ്യൂട്ടറിലാണ് സമർപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് കൊടുത്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ സ്റ്റാറ്റസ് അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് SSA ഫണ്ടിന് അപേക്ഷ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കമ്പ്യൂട്ടർ ചോദിക്കും, വാട്ട് ഈസ് യുവർ പൊസിഷൻ ഇൻ PM ശ്രീ. അപ്പോൾ PM ശ്രീയിൽ പൊസിഷനിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് കമ്പ്യൂട്ടർ പിന്നെ മുന്നോട്ട് പോകില്ല. ഇത് പുതിയ അൽഗോരിതം അല്ലേ, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ആ ട്രാപ്പിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സംസ്ഥാനങ്ങളെയും വരുത്തി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു ചർച്ചയും നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും കാണുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കാവ്യവൽക്കരണം വരുന്നു എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ഉത്തരം മാത്രമാണ്. നിങ്ങളങ്ങനെ ഒപ്പുവെച്ച് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ സവർക്കറെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു, RSSനെ കുറിച്ച് പഠിപ്പിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ള വളരെ ലളിതവൽക്കരണമാണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ശരി. ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നിലപാടെടുക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മുസ്ലിം ലീഗിന് ഇപ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു. എന്തിനാണ് മുസ്ലിം ലീഗ് ഈ ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന ചോദ്യം മുസ്ലിങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ വിഷയം അതാണ്. വഖഫ് ബോർഡിൽ ഇങ്ങനെ നമ്മൾ പറയും അതാണ് ശരിയെന്ന്. അവർ സമ്മതിക്കില്ലല്ലോ. ലീഗിനിപ്പോൾ എതിർപ്പില്ലല്ലോ. ലീഗിനിപ്പോൾ എതിർപ്പില്ല. ലീഗ് സമ്മതിച്ചു. സമസ്തക്കാണ് എതിർപ്പ്. ലീഗിന് എതിർപ്പുണ്ട്. ലീഗിന്റെ എതിർപ്പ് പുറത്ത് പ്രകടമാക്കാൻ പറ്റാത്ത തരത്തിൽ അവര് വലിയ അന്തർസംഘർഷത്തിലാണ് എന്നാണ്. നേരത്തെ എതിർപ്പുണ്ടായിരുന്നു, ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. PMC വിഷയത്തിലും ലീഗിന് എന്തായിരുന്നു നേരത്തെ നിലപാട്? ഇപ്പം എന്താണ് KM ഷാജി പറഞ്ഞത് നമുക്കറിയാം. ആവശ്യത്തിൽ ഇപ്പം പ്രതികരിക്കാനില്ല, പിന്നീട് പറയാമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരത്തിൽ വന്ന് എന്നെ നിങ്ങൾ അധികാരത്തിൽ കയറി കഴിഞ്ഞെടുത്ത് ഞാൻ ചവിറ്റോട്ടയിലിടുന്നത്. അതല്ല ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ കയറി മന്ത്രിയായി. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ അങ്ങനെയല്ലത് എന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിനോടൊപ്പം ദേശീയ മുസ്ലിമായിട്ട് ചേർന്ന് പോവുക എന്നതാണ് ഇപ്പം ലീഗൊക്കെ സ്വീകരിക്കുന്ന നിലപാടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. വെറുതെ ഒരു ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് നേരത്തെയും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ശരിക്കും പറഞ്ഞത്. ദേശീയ മുസ്ലിം ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ത്യക്കാരനാവുക, ഇന്ത്യയുടെ തത്വങ്ങൾക്കനുസരിച്ചും അതേപോലെ തന്നെ സംവിധാനങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്ന ഒരാളായി തീരുക. നേരത്തെ മുസ്ലിങ്ങൾ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ പക്ഷേ BJP അങ്ങനെ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ വരെ അപരത്വമായി ഇന്ത്യക്കകത്ത് തന്നെ നിൽക്കുന്നു. മുസ്ലിങ്ങളെ ശത്രുതാപരമായിട്ടുള്ള മുസ്ലിങ്ങളെ നിർത്തുന്നു. അത് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇവരെന്ത് ചെയ്യും? അതാണ് ഇവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല മാഷേ, ഇതിലിപ്പോൾ ഈ വഖഫ് വിഷയത്തിൽ നമ്മൾ തുടങ്ങിയത് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ്. എൻ്റെ ലോജിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ കൃത്യമായിട്ട് പറയുന്നു അതാണ് ശരിയെന്നുള്ളത്. പക്ഷേ ഞാൻ പറയുന്നത് അത് നമ്മളുടെ ശരിയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് മുസ്ലിം ലീഗിൻ്റെ ശരിയല്ല. അതാണ് പ്രശ്നം. അവരങ്ങനെയല്ല ഇതിനെ കണക്കാക്കുന്നത്. അവർ കണക്കാക്കുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. വഖഫ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭൂമി അള്ളാഹുവിൻ്റെ ഭൂമിയാണെന്ന് പറയാം. അത് ചിലപ്പോൾ ഹിന്ദുവിൻ്റെ ക്രിസ്ത്യാനിയുടെ ഭൂമിയാണല്ലോ ആക്കുന്നത്. അത് എടുത്തായിക്കഴിഞ്ഞാൽ എടുത്തായി കഴിയുമ്പോഴാണല്ലോ ഇത് അങ്ങനെ ആകുന്നത്. എന്തായിരുന്നു പക്ഷേ വഖഫ് ഭേദഗതി ബില്ല്? അത് ഈ വഖഫിൻ്റെ ഒരു സമഗ്രാധിപത്യം അല്ലെങ്കിൽ ഒരു ഏകാധിപത്യത്തിൻ്റെ മുന ഒടിക്കുക എന്നുള്ളതായിരുന്നു ഭേദഗതിയിൽ. അല്ല, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തർക്കം ഉണ്ടാകുന്ന ഒരു ഭൂമിയിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വഖഫിൻ്റെ തീരുമാനം അവസാന തീരുമാനമായിട്ട് വരുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെപ്പോലും ന്യായീകരിച്ചു. അതെ, അവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? അത് കോടതിയുടെ നിയമങ്ങൾക്കനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ അവസാന വാക്ക് കോടതിയാകുമ്പോൾ മാത്രമാണ് ഈ ഹിന്ദുവിൻ്റെ ഭൂമി എടുത്താലും ക്രിസ്ത്യാനിയുടെ ഭൂമി എടുത്താലും ഒക്കെ അവർക്ക് പോകാനായിട്ട് നീതിപൂർവമായിട്ട് അവരെ കേൾക്കാനായിട്ട് ഒരിടമുണ്ട് എന്ന് പറയുന്ന
സങ്കല്പം അവർക്ക് നിലനിർത്താനായിട്ട് കഴിയും. വഖഫ് മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ വഖഫാണ് അവസാന വാക്കെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രസക്തിയില്ല എന്ന്. അതുകൊണ്ടാണ് അതിൻ്റെ ഭേദഗതി എന്ന് പറയുന്നതിന് പ്രസക്തി ഉണ്ടാവുന്നു, സാധ്യത ഉണ്ടാവും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊന്നും അംഗീകരിക്കാൻ മുസ്ലിം ലീഗോ ആളുകളോ തയ്യാറില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ മുനമ്പം ഭൂമി പോലെയുള്ള വിഷയങ്ങൾ. മുനമ്പം ഭൂമിയുടെ കാര്യം നോക്കൂ. അവിടെ എന്താണ് പ്രശ്നം? അവിടെ ആളുകൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. ആ ഭൂമി പോലും അവരുടേതല്ല എന്ന നിലപാടിലേക്ക് വഖഫ് എത്തുമ്പോൾ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ്. അതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അല്ല, വി ഡി സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. അത് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമെങ്കിലും ഇപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. മുനമ്പത്തുകാർക്ക് അനുകൂലമായിട്ട്, പരിപൂർണമായ അനുകൂലമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള സമസ്തയും മതസംഘടനകളും ഉയർത്താൻ പോകുന്ന പരാതി എന്തായിരിക്കും? BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നു, സംഘപരിവാർ, RSS എന്ന മുദ്ര കുത്തും. എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും? പരിഹരിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ പറയാൻ പിന്നെ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെയല്ലല്ലേ വിഷയങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. 5 മിനിറ്റ് കൊണ്ടല്ല, 50 മണിക്കൂർ കൊണ്ട്, ചിലപ്പോൾ 500 ദിവസങ്ങൾ കൊണ്ട് ഒന്നും സാധ്യമല്ലാത്ത കാര്യങ്ങളാണതെല്ലാനും. അത് നമുക്കറിയാം. ഇപ്പം എത്രയും കാലമായി ആ സംഭവങ്ങൾ നടന്നതിന് ശേഷം, അല്ലെ പറഞ്ഞതിന് ശേഷം എത്ര കാലം കഴിഞ്ഞു? എന്തായാലും വഖഫിന്റെ സമഗ്രാധിപത്യം, ഏകാധിപത്യ പ്രവണത, അതിനെ ഒരിക്കലും അനുകൂലിക്കാൻ പറ്റില്ല. അതിനെ ചിലപ്പോൾ അടിച്ചമർത്ത് തന്നെയാണ് വേണ്ടി വരിക. അല്ല, വഖഫിൻ്റെ ഏത് വിഷയത്തിലും നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു അപ്പെക്സ് കോർട്ടുണ്ട്. അപ്പെക്സ് കോർട്ട് സുപ്രീം കോടതി. അപ്പോൾ സുപ്രീം കോടതി വിധിക്ക് വിധേയമായി മാത്രമേ എന്തും ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ആ സുപ്രീം കോടതി വിധിയുടെ മുകളിൽ, സുപ്രീം കോടതിക്ക് മുകളിലാണ് വഖഫ് ബോർഡ് എന്ന് ആരും കരുതരുത്. അങ്ങനെ കരുതിയാലാണ് അത് അപകടമായി മാറിത്തീരും. അത് ഒരിക്കലും ശരിയായിട്ടുള്ള സമീപനമല്ല.